ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട പോലെ തന്നെ വാട്ടർ ക്രോസ് ചെയ്യുന്ന ഓഫ് റോഡ് വണ്ടികൾ ഓവർ കോൺഫിഡൻസ് മൂലം പല അപകടങ്ങളും വരുത്തി വെക്കാം. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത്. എസ്പെഷ്യലി നമ്മുടെ ഒരു റിയാക്ഷൻ ചാനലാണ്, നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്. മോസ്റ്റ് ഓഫ് ദി വീഡിയോസും ഓഫ് റോഡ് വണ്ടികളെ പറ്റിയിട്ടാണ്. നമുക്ക് ഓഫ് റോഡ് വണ്ടികളാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ഫ്ലേവേഴ്സ് കേരള. സോ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത്രയും ഫോഴ്സിൽ വെള്ളം വന്നുകൊണ്ടിരിക്കണേണ്. അത് ക്രോസ് ചെയ്യണമെങ്കിൽ എത്ര 4x4 വണ്ടിയാണെന്ന് പറഞ്ഞാലും അതിന് ആ വണ്ടിക്ക് ആ രീതിയിലുള്ള വെയിറ്റ് കാര്യങ്ങൾ വേണം. പിന്നെ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വില കൂടി വണ്ടിയായാലും എത്ര വെയിറ്റ് കൂടി വണ്ടിയായാലും ഇതുപോലെ തന്നെ മറിയും. ആണ്ടോ, ഒരു രക്ഷയില്ല. കാരണം ഓവർ കോൺഫിഡൻസ് കാട്ടിയിട്ട് വണ്ടി 4x4 ആണെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് കാര്യമില്ല. ആ വണ്ടി അത് ആ ഒരു വണ്ടിക്കൊരു ലിമിറ്റ് ഉണ്ട്, ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഫോഴ്സിൽ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഫോമായിട്ട് മറിയും. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആണിത്. നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു അടിപൊളി ഇൻസിഡൻറ്റ് കണ്ടു നോക്കാം. അത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു ആവശ്യമായിട്ടുള്ള കാര്യമല്ല, ഒരു അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി വണ്ടി ഇറക്കണത്. നിങ്ങൾ ഇതൊന്നും കണ്ടു നോക്കട്ടാ. ഇത് ഒരു ഫോർച്യൂണറാണ്, ഐ തിങ്ക് മുംബൈ. അവിടെ എവിടെയോ ഫ്ലഡിൻ്റെ സമയത്ത് വെറുതെ റോട്ടിലേക്ക് മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയേക്കണേന്ന്. ഓടിച്ചങ്ങോട്ട് ഇറക്കി ആ വണ്ടി അവിടെ വെച്ച് സ്റ്റക്കായി വെള്ളത്തിൽ വെച്ച്. എന്താവശ്യം ഉണ്ടായിരുന്നു? ഒരാവശ്യം ഉണ്ടായിരുന്നു. ആ വന്നത് കാണാൻ നമുക്ക് വലിയ ഹൈറ്റിൽ വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് നല്ല ഫോഴ്സിൽ വെള്ളം വന്ന സ്ഥലത്തേക്കാണ് ആ വണ്ടി വന്ന് നിന്നത്. വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്തില്ല, അവിടെ സ്റ്റക്കായി. ഇനി റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. കാരണം വേറെ വണ്ടികൾ അങ്ങോട്ട് എത്തിപ്പെടണം. അതുമാത്രമല്ല, ഇത്രയും കുത്തിയൊലിച്ചു പോണ വെള്ളത്തിൽ അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ വേറെ വണ്ടി എത്തി അതിനെ വലിച്ചു കൊണ്ടുപോയി ശരിയാക്കി എടുക്കേണ്ടി വരും. അപ്പം അതൊക്കെ മാക്സിമം കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എൻ്റെ വണ്ടി 4x4 ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോവുകയേ ചെയ്യുള്ളൂ. ഇപ്പം ഈ കാണുന്ന പോലെ ഈ ബ്ലാക്ക് കളർ ഫോർച്യൂണർ ക്രോസ് ചെയ്ത് വരുന്ന പോലെ ആ വണ്ടിക്ക് പോരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണെങ്കിൽ കൺഫേം ആയിട്ട് അതിൽ കൂടി ഓടിച്ചൊന്നും പോരാ. അത് ആ 4x4 കപ്പാസിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഇതേപോലുള്ള അതിന് പറ്റാവുന്ന സാഹചര്യങ്ങൾ അത് ഇതേപോലെ തന്നെ കടന്നു പോരും. പക്ഷെ മറ്റേത് അങ്ങനെയില്ല. അത്രയും ഫോഴ്സിലൊക്കെ വെള്ളം വരുമ്പോൾ ഒരു കാരണവശാലും വണ്ടികൾ ഇറക്കാതിരിക്കുക എന്നുള്ളതാണ്. എത്ര 4x4 ഉണ്ടെങ്കിലും ഏതൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും എത്ര പവർ കൂടിയതായാലും എത്ര കോടികൾ വിലയുള്ള വണ്ടികളായാലും ഇറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഈ ഒരു വീഡിയോയിൽ ആ വണ്ടി ഒഴുകിപ്പോണ് ഇതേപോലൊരു സാഹചര്യത്തിൽ വണ്ടി ഇറക്കിയതാണ്. നേരെ ഒഴുകിപ്പോണാണ്. എവിടെ ചെല്ലും, എങ്ങനെ ചെല്ലും, ഏത് സാഹചര്യത്തിൽ അതൊക്കെ തിരിച്ചെടുക്കും, ആൾക്കാരത് രക്ഷപ്പെടുമോ ഇല്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ആവേശപ്പുറത്ത് ഇറക്കുന്നു, മറ്റൊരാവേശത്തിൽ അത് തിരിച്ചു കയറ്റാൻ പറ്റൂല. അതാണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഇത് ഒരു ലോറിക്കാരൻ, ഇവര് ഇത്രയും വെള്ളം ഉണ്ടാവും. ഇതും ഒരു വെള്ളം ക്രോസ് ചെയ്യണ വീഡിയോ ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യം, മച്ചാന് ലോഡ് സ്ഥലത്ത് എത്തിക്കണം. അതിനിടയിൽ വണ്ടി ഒരെണ്ണം പോയാലൊന്നും പ്രശ്നമില്ല. എന്ത് റിസ്ക് എടുത്തും അപ്പുറത്തേക്ക് കിടത്താം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആൾക്കാരാണ്. ഈ ലോറി ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് അത് ആ ക്രോസ് ചെയ്ത് വന്നത്. എന്നിട്ട് പോലും അത് പല സ്ഥലങ്ങളിൽ വെച്ചും സൈഡിലേക്ക് പോകുന്നുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ഫോഴ്സ് നിസ്സാര ഫോഴ്സ് ആയിരിക്കില്ല. വെള്ളത്തിൻ്റെ ആ ഒരു ഇത് പല വണ്ടികൾക്കും താങ്ങാനേ പറ്റൂല. മലകളും കുന്നുകളും കയറണ പോലെ ഇരിക്കില്ല വെള്ളം വാട്ടർ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ രേഖപ്പെടുത്തുക. ഇവരൊക്കെ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.